കാശ്മീരി മുളക് എങ്ങനെയാണ് നല്ല കളറോട് കൂടി പൊടിച്ചെടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. നമുക്ക് വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. മുളക് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കാശ്മീരി മുളകാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അധിക സമയമൊന്നും വെള്ളത്തിൽ കുതിരാതെ തന്നെ നമ്മൾ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. വേനൽക്കാലമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ളതല്ലേ, പെട്ടെന്ന് തന്നെ മുളകൊക്കെ ഉണങ്ങി കിട്ടും. ഇത് 3 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുതിരാതെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിന് വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ മുളകിൻ്റെ മീതെല്ലാം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കഴുകിയെടുക്കണം. മുളക് കഴുകിയതിന് ശേഷം നമ്മൾ അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം തോരാൻ വേണ്ടി വെച്ച് കൊടുക്കണം. വെള്ളം നന്നായി പോയതിന് ശേഷം നമ്മളിത് പായലിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കാണാം. മുളക് 3 ദിവസം ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞെട്ടി നമ്മൾ മുറിച്ചെടുക്കണം. കത്രിക വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ ഞെട്ട് വെട്ടിയെടുക്കാതെ മുളക് പൊടിപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മുളകിന് അത്ര കളർ കിട്ടില്ല. അത് ഏത് മുളകായാലും അങ്ങനെ തന്നെയാണ്, നമ്മൾ തിരക്കായിട്ട് അങ്ങനെ തന്നെ കൊടുക്കും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ മുളകിന് നല്ല കളർ കിട്ടും. കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇതിൻ്റെ ഞെട്ടൊക്കെ ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ എന്തായാലും അത് വെട്ടിക്കളയണം, എന്നാലാണ് മുളകിന് നമുക്ക് കളർ കിട്ടുള്ളൂ. നമ്മൾ മുളക് കഴുകണതിൻ്റെ മുന്നേ ഇതിൻ്റെ ഞെട്ട് വെട്ടി കൊടുക്കരുത് കേട്ടോ. അപ്പം ഞെട്ട് മുന്നേ വെട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കഴുകുമ്പോൾ അതിൽ വെള്ളം കിടക്കും. അപ്പോൾ ഉണങ്ങി കിട്ടാൻ പ്രയാസമാവും. അതുകൊണ്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വെട്ടിയെടുക്കേണ്ടത്. ഒത്തിരി കട്ടി കൂടിയ ഞെട്ടിയല്ല, അപ്പോൾ എന്തായാലും മുളകിന് കളറൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാശ്മീരി മുളകും ഏത് മുളകാണെങ്കിലും നന്നായിട്ട് കളറ് കിട്ടും. അപ്പോൾ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. മുളകിൻ്റെ ഞെട്ടൊക്കെ വെട്ടി ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കുകയാണ് അടുത്ത പണി. ഇതിനി മില്ലി കൊടുത്തയച്ചിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ മുളക് പൊടിച്ചു കൊടുന്നു. ഇതാ നല്ല കളറോട് കൂടിയിട്ടുള്ള കാശ്മീരി മുളകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഈ രീതിയിൽ മുളക് പൊടി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നേക്കാളും കൂടുതൽ കളർ നമുക്ക് തോന്നുന്നുണ്ട് മുളക് പൊടിക്ക്. അപ്പോൾ നല്ല കളറോട് കൂടിയുള്ള മുളക് പൊടി കിട്ടാൻ ഈ രീതിയിൽ ചെയ്താൽ മതി. മുളക് പൊടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിലാക്കി വെക്കാറ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കാശ്മീരി മുളക് പൊടി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.